കൃഷി ചാനലിലേക്ക് സ്വാഗതം. ഇനിയിപ്പം ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഞാനിവിടെ ഇത് കണ്ട ഞങ്ങൾ കാടായിട്ട് ഇതെല്ലാം കാടായിട്ട് പോയി. എനിക്ക് ദേശം കാട് ഇത് ലേശം വൃത്തിയാക്കി ആ ചീര വളവെടുപ്പും കൂടി നിങ്ങളെ കാണിച്ചു തരാം. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ വൃത്തിയാക്കട്ടെ. ഇത് കാണിച്ചു തരാമല്ലോ. അതാ ഈ കണ്ടാ ഈ കാടായിട്ട് ഇതിനകത്ത് കയറാൻ കഴിയുന്നില്ല. ഇത് നല്ല വളവും കൂടിയാണല്ലോ, നമുക്ക് നടാനും കൂടി പറ്റുമല്ലോ. അതുകൊണ്ട് ഞാനിത് പറിക്കാനാണ് നോക്കുന്നത്. കണ്ടാ ഈ കാടെല്ലാം പറിച്ചിട്ട് കാട് കട്ടിയെടുക്കാൻ ഞാൻ കിട്ടുന്നില്ല. ഇന്നലെ ഇവിടെ വെള്ളം അടിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കാട് പൊന്തുന്നത്. നല്ല വെള്ളം അടിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ബൈക്കിട്ടാലേ പിന്നെ നമുക്ക് നല്ല വളവും കൂടിയാണല്ലോ, നമുക്ക് നടാനും വിൽക്കാനും എല്ലാം കാട് എടുക്കാമല്ലോ. അതിനും വേണ്ടിയിട്ടാണ് ഞാനിത് വയക്കുന്നത്. പച്ചക്കറി നടാനും ഇനി നടാനുണ്ട്, എന്തെല്ലോ നടാനുണ്ട്. അതെല്ലാം നടാനെല്ലാം ഒരു മര്യാദക്ക് നട്ടു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിതിപ്പോൾ വൃത്തിയായിട്ട് ഇവിടെ വൃത്തിയാക്കണം. വൃത്തിയായാലേ ഇതിനകത്ത് പണിയെടുക്കാൻ പറ്റൂല. അപ്പോൾ ആ വൃത്തിയാക്കിയാൽ നമുക്കെന്തുണ്ട് കാര്യം എന്ന് വെച്ചാൽ ഇതേപോലെ വയക്കി എടുത്താൽ പിന്നെ നമുക്ക് പച്ചക്കറി നടുകയും ചെയ്യാം. അതിൻ്റെ അകത്ത് ഇവിടെ കാട് വൃത്തിയാവുകയും. ഇത് കണ്ടില്ലേ, ഇതാണിപ്പം ഈ ഉള്ളിൽ അങ്ങനെ കാടായിട്ടൊന്നും കയറി കൂടുന്നില്ല. കണ്ടാ കുറേ അത്രയും ദിവസം ആയില്ല, പക്ഷെ പറഞ്ഞിരുന്നതുകൊണ്ട് അങ്ങനത്തെ കാടാ ഉണ്ടല്ലേ. ഇതിലേക്കൂടി കയറിയിട്ട് പോകാൻ പറ്റുന്നില്ല, കാടായിട്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഒരു വൃത്തികേട് തോന്നുന്നുണ്ടാവില്ലേ. വേഗം എത്ര ക്ഷണമാണെന്നറിയോ കാട് പൊന്തുന്നു. ഇതും ബാക്കി ഞാൻ ആ ചീര വളവെടുപ്പും കൂടി നിങ്ങളെ കാണിച്ചു തരാമല്ലോ. അതാണ് ഞാനിപ്പം കാണിക്കാൻ പോകുന്നത്. കണ്ട ഇതിങ്ങനെ അങ്ങ് വൃത്തിയാക്കി കഴിഞ്ഞാൽ കുറേശ്ശെ അങ്ങനെ വൃത്തിയാക്കാം. ഒറ്റക്ക് തേച്ചൊന്നും വൃത്തിയാക്കിയാലാവില്ല. അപ്പോൾ ഞാനിങ്ങനെ എല്ലാ ആളെ കൂട്ടിയാലൊന്നും എടുപ്പിച്ചാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ ഒറ്റക്ക് തന്നെ എല്ലാം ചെയ്യുന്നത്. നമ്മളെടുക്കുന്ന പണി നമുക്ക് തിന്നാനല്ലേ, വേറൊരാൾക്ക് തിന്നാനല്ലല്ലോ. നമുക്ക് കിട്ടിയാൽ നമുക്ക് ആ പൈസ നമുക്ക് തിന്നൂടെ, ആരെയും പേടിക്കണ്ടല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ പണിയെടുക്കുന്നത്. കണ്ടില്ലേ, ഇതെല്ലാം കാട് എന്ന് വെച്ചാൽ അല്ലാത്ത കാടാണ്, പൊന്തിപ്പോയി. ഇതിലേക്ക് പോകാൻ തന്നെ പറ്റുന്നില്ല, അത്രക്കും പേടിയാണ്. കാലെടുത്ത് വെക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണെന്ന് തോന്നുന്നില്ല. ഞാൻ പോരാതെ ചെരുപ്പിടാണ്ട് അധികം നടക്കുകയും ചെയ്യാം. ചെരുപ്പിട്ട് നടക്കുമ്പോൾ ഒരു കാലിനൊരു തരിപ്പ് വരുന്നു. ഇപ്പം മുമ്പത്തെ പോലെയല്ല, കാലിന് ചെരുപ്പിട്ട് നടക്കുമ്പോഴല്ലാണ്ട് കാലിനൊരു തരിപ്പ്, അതുകൊണ്ട് ബോധം കിട്ടുന്നില്ല. അതാണ് ഞാൻ ചെരുപ്പിട്ട് നടക്കാതെ. മറ്റു മുമ്പൊന്നും ചെരുപ്പ് കാലുമ്പോൾ നൂരില്ല. ഇപ്പോൾ ഈ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഭയങ്കര തരിപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചെരുപ്പ് ഇടാത്തത്. അഥവാ ഇട്ടാലും അത് ശരിക്കും കാല് കയറാതെ പോലെ, അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല. അന്നേരം ഒരു ബോധം കിട്ടില്ല, അറിയുന്നില്ല. ഈ കാല് ചെരുപ്പുണ്ടോയെന്ന് തന്നെ നമ്മൾ അറിയുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. നമ്മൾ ചെയ്യുന്ന നമുക്കെല്ലാം അറിയും ഇതിപ്പോൾ എന്തെല്ലാം ആണെന്ന്. നമ്മളെല്ലാം കാര്യം അങ്ങനെയാണ്. ഇവിടെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരണം എന്നുള്ളൊരു ഇത് എനിക്കുണ്ട്. എന്താ ഇതിടാ നോക്ക്. ഞാനിത് കുറച്ച് പിടിച്ച് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, ഞാൻ പിന്നെ ഈ ചീര നിങ്ങൾക്ക് വിളവെടുക്കുന്ന കാണിച്ചു തരാമെന്ന്. ഈ ഒരു ചാക്കിൽ നട്ട് നമുക്ക് 1 കിലോ പറിക്കാനുണ്ട്. അതോ നിങ്ങൾ ഇങ്ങനെ നോക്കിയായിട്ട് 8 ദിവസമായാ നിങ്ങൾ കണ്ടില്ലേ. ഇത് ഞാനിപ്പോൾ നിങ്ങൾക്ക് വിളവെടുത്തിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇത് വിളവെടുക്കും. കണ്ടോ, ഇത് നല്ല ഒരു പരിപാടിയല്ലേ. ഈ ഒരു ചാക്കിൽ നിന്നാണ് ഇത്രയും ചീര കിട്ടുന്നത്. കണ്ടാ 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് പറിച്ചാൽ മതി. മുപ്പത്തിയിട്ടില്ല, പറിക്കുന്നതാണ്. ഇനിയിപ്പോൾ ചീര പാവിയിട്ട് വേണം, ഇനി തൈ ആക്കിയിട്ട് വേണം ഇനി നടണ്ടിക്കില്. ചീര പാവിയില്ല, പാവണമെന്ന് കുറേ ദിവസമായി വിചാരിക്കുന്നു. അപ്പോൾ നേരം കിട്ടിയില്ല. ഇനിയിപ്പം പാവണത്ര. കണ്ടാ ഇത് കണ്ടാ നല്ല അടിപൊളി ചീര. ഒരു പണിയെടുത്തില്ല. നട്ടവന്തല്ലാതുകൊണ്ട് ഞാൻ ആ ചാക്കിൽ വീണ് നട്ടവന്തലുണ്ട്. വേറൊരു സാധനം ഞാൻ കൊടുത്തിട്ടില്ല, വളമൊന്നും കൊടുത്തിട്ടില്ല. വളം കൊടുക്കേണ്ടി വന്നില്ല. അതിൽ ഞാൻ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ കൊടുക്കണം കുറച്ച് എന്തെങ്കിലും ഇനി നടുമ്പോൾ. കണ്ടാ
ഒരു ചാക്കിന്ന് 1 കിലോന് ഒരു കളിയുമില്ല കണ്ടോ. ഒരു ചാക്കിന്ന് 1 കിലോന് ഒരു കളിയുമില്ല. ഞാൻ പറഞ്ഞിട്ടില്ല 1 കിലോ ഉണ്ടാവും ഈ ഒരു ചാക്കിൽ നട്ടാൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ. അതിന് തന്നെയാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചു തരുന്നത്. നിങ്ങൾ അന്നേരം കാണിക്കണേന്ന് പറഞ്ഞു ആരോ ഒരാൾ എന്നോട് പറഞ്ഞു കാണിച്ചു തരണേ. ഞാൻ പറഞ്ഞു കാണിച്ചു തരാമെന്ന്. ഇതിനകത്ത് 1 കിലോ പരിക്കാന്ന് ഞാൻ പറഞ്ഞുതരാം. അതൊന്നും കിട്ടും തോന്നില്ല എന്നിട്ട് ഈ ഒരു ചാക്കേ ഉള്ളൂ. കണ്ടാ ഇത്രയേ ഉള്ളൂ. ഇരുന്നാണ് ഇത്രയും ചീര കണ്ടോ. 1 കിലോനല്ല 1 കിലോയിൽ മേലെയുണ്ട് ചീര കണ്ടോ. കണ്ടോ 1 കിലോനല്ല 1 കിലോയിൽ മേലെയുണ്ട് കണ്ടോ നിങ്ങൾ. കണ്ടാ കണ്ടാ ഈ ചീര എത്രയുണ്ട് ഇത് കണ്ടല്ലോ നിങ്ങൾ. ഇതിപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് 1 കിലോ അല്ല 1.5 കിലോ ചീരയുണ്ട് കേട്ടോ. ഈ ഒറ്റ ഒരു ചാക്കിൻ്റെ അകത്ത് കണ്ടോ നല്ല വിളവെടുപ്പല്ലേ. ഇതെല്ലാം അടിപൊളി വിളവെടുപ്പാണ്. ഇതേപോലെ നിങ്ങൾ നടുക. ഇതേപോലെ കണ്ടോ ഇത്തിരി ചീര ഉണ്ട് ഇതിൽ കണ്ടില്ലേ. ഇതാ ഉണ്ടല്ലേ. ഇതാ 1.5 കിലോ ചീരയുണ്ട്. ഇത് ഈ ഒറ്റ ചാക്കിന്ന് കിട്ടിയതായത് അത്രയും. ഇത് നല്ലൊരു വിളവല്ലേ നോക്കിയാട്ടെ. നല്ല ഉഷാറായി. ഇന്ന് 2 ദിവസം കൊണ്ട് ഒരാഴ്ച കഴിഞ്ഞേ ഉള്ളൂ നട്ടിട്ട്. അത്രേ ആയിട്ടുള്ളൂ. ഞാനിപ്പോൾ അപ്പുറം നട്ടിട്ട് അത് ആടിയുണ്ട് അതിൽ നട്ടിട്ടുണ്ട്. എന്നതിന് ശേഷമാണ് ആടുന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ട് അത് നട്ട്. ഇത് കണ്ടില്ലേ ഇതിപ്പോൾ ഒരു 1.5 കിലോ ചീരയുണ്ട്. നല്ല വെയിറ്റ് ഉണ്ട് നല്ല. എന്നാൽ പിന്നെ ഇതിപ്പം നിങ്ങളിത് കണ്ടല്ലോ. ഞാനിപ്പം കണ്ടോ ഇത് ഞാനിപ്പോൾ ഇവിടെ വൃത്തിയാക്കി പോരാതെ നിങ്ങൾക്ക് കാണിച്ചത്. ഇത് കണ്ട ഈ തേച്ച് കാടായിരുന്നു. എന്താ ഇത്രയും സ്ഥലം ഞാനിപ്പോൾ ഇത് വൃത്തിയാക്കി ഇത് വേണ്ട ഇതും കൂടി നിങ്ങളെ കാണിച്ച് കഴിഞ്ഞിപ്പം വെള്ളം അടിക്കണം അത്ര എനിക്ക്. ഇത് കണ്ട ഈ കാട് തേച്ച് ഞാനിപ്പോൾ ഇവിടെ പറിച്ചിട്ട് കൂട്ടിയതാണ്. കണ്ടില്ലേ ഈ തേച്ച് ഇതിപ്പോൾ നമുക്ക് പച്ചക്കറി നടാനെടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ കാണുക. എനിക്ക് ഹൈപ്പ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഹൈപ്പ് ചെയ്യുക. എന്നിട്ട് പിന്നെ ഹൈപ്പ് ചെയ്യുക. പിന്നെ എല്ലാവരും ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഉണ്ട് കാണണം. നിങ്ങൾക്ക് എല്ലാവരും മക്കളും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി നമസ്കാരം. നാളെ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വീണ്ടും വരുന്നവരെ നന്ദി നമസ്കാരം. എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ടാണ് എനിക്ക് മേലോട്ടിലേക്ക് വഴി. അതുകൊണ്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് പറയാനുണ്ട്. എല്ലാവർക്കും നന്ദി നമസ്കാരം.